ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു ബിസ്കപിക്സ്. നിസാൻ മാഗ്നൈറ്റ് എന്നീ വാഹനം ലോഞ്ചിന് ശേഷം തന്നെ സോഷ്യൽ മീഡിയകളിൽ വളരെയധികം വൈറലായ ഒരു വാഹനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ യൂട്യൂബ് സ്ക്രോൾ ചെയ്തു അല്ലെങ്കിൽ ഗൂഗിൾ എടുത്ത് അത് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും മാഗ്നൈറ്റ് തന്നെയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ക്രിയേറ്റേഴ്സും മാഗ്നൈറ്റിനെ കുറിച്ച് വളരെയധികം വീഡിയോസ് ചെയ്തതുമാണ്. അതിപ്പോൾ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ചായിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ എല്ലാ വേരിയൻസിനെ കുറിച്ചായിക്കോട്ടെ, ഓവറോൾ സേഫ്റ്റിയെ കുറിച്ചായിക്കോട്ടെ, കമ്പാരിസൺസ് ആയിക്കോട്ടെ, അതുപോലെ മാഗ്നൈറ്റ് എന്ന വാഹനം അല്ലെങ്കിൽ നിസാൻ എന്ന കമ്പനിയുടെ ഫ്യൂച്ചറിനെ കുറിച്ചായിക്കോട്ടെ. അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് വരുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഹൈപ്പ് അത്രയും തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ആളുകളുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, ഇത്രയും ഹൈപ്പിനുള്ള വാഹനം ഉണ്ടോ ഇതെന്ന്? അല്ലെങ്കിൽ ഇത് വീഡിയോസ് വഴി കണ്ടിട്ട് ഷോറൂമിൽ പോയി വാഹനം നേരിട്ട് കാണുമ്പോൾ കുറച്ച് പേരുടെ മനസ്സ് മാറിയവരുണ്ട്. ഇത് ആക്ച്വലി ഒരു കണ്ടന്റിനുള്ള സബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ നമ്മളിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. വരും കാലങ്ങളിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ റിയാക്ഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഇതുപോലുള്ള വാഹനങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനും വേരിയൻറ്റ് വൈസ് ഫീച്ചേഴ്സിനും കമ്പാരിസൺ റിവ്യൂസിനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. ഇനി നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ, മാഗ്നൈറ്റ് എന്ന വാഹനം ഇതിന് മാത്രം ഹൈപ്പിന് വേർത്താണോ? ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു രീതിയിൽ ഇത് വേർത്താണെന്ന് തന്നെ പറയാം. കാരണം ഇതിൻ്റെ പ്രൈസിംഗ് ആണ് വളരെ അഗ്രസീവ്ലി പ്രൈസ് ചെയ്തിരിക്കുന്നൊരു വാഹനമാണ് നിസാൻ മാഗ്നൈറ്റ്. അതിൻ്റെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും കുറച്ച് സെഗ്മെൻറ്റ് താഴ്ന്ന പ്രീമിയം ഹാച്ച് ബാക്സിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും അവരുടെയൊക്കെ പ്രൈസിൽ നിന്നും വളരെ താഴ്ന്ന രീതിയിലാണ് മാഗ്നൈറ്റിനെ പ്രൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരിലേക്ക് കൂടുതൽ അറ്റൻഷനും മാഗ്നൈറ്റിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ വരാവുന്നൊരു ചോദ്യമാണ്, ഇത്രയും വില കുറഞ്ഞ് അല്ലെങ്കിൽ താഴ്ന്ന പ്രൈസിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ക്വാളിറ്റി, മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി എത്രമാത്രം നല്ലതാണ് എന്ന്. ഇക്കാര്യത്തിൽ പറയാനുള്ളത്, പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി ഡീസൻറ്റ് ഇനഫാണ്. പക്ഷെ എന്നാലും ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതാക്കാമായിരുന്നു ഇതിൻ്റെ ക്വാളിറ്റി. അത് ചെറിയ രീതിയിൽ കോസ്റ്റ് കട്ടിംഗ് ആണെന്ന് പറയാം. പക്ഷെ എന്നാലും ക്വാളിറ്റി വളരെ മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഡോർസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും നോക്കുന്ന ഒരു തഡ് ഉണ്ടല്ലോ, ആ തഡ് സൗണ്ട് നിങ്ങൾക്ക് ഇതിലും ഫീൽ ചെയ്യാം. പക്ഷെ എന്നാലും വളരെ ഹെവി ആയിട്ടുള്ളൊരു വാഹനം ഓടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തഡ് കുറച്ച് ലൈറ്റായിട്ടും തോന്നാം. പക്ഷേ ഒരു സാധാരണ ഹാച്ച് ബാക്ക്, ബലെനോ അല്ലെങ്കിൽ സ്വിഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഏത് വാഹനം ആയിക്കോട്ടെ, ഒരു സാധാരണ ഹാച്ച് ബാക്ക് ഓടിക്കുന്ന ഒരാൾ വന്ന് ഇതിൻ്റെ ഡോറ് തുറന്ന് തഡ് ആ ഒരു സൗണ്ട് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ കുറച്ചും കൂടെ ഒരു അപ്പർ സെഗ്മെൻറ്റിലുള്ളൊരു വാഹനം ഓടിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ തഡിൻ്റെ സൗണ്ട് കുറച്ച് കുറവായിട്ടും ഫീൽ ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന ഡോറുകളുടെ തഡ്, ഡോർസിൻ്റെ തഡിൻ്റെ സൗണ്ട്, അതുപോലെ ബോണറ്റിൻ്റെ വെയിറ്റ്, വാഹനത്തിൻ്റെ ഓവറോൾ ബോഡി വെയിറ്റ്, ഇതെല്ലാം വെച്ച് നമുക്ക് ആക്ച്വലി ഒരു വാഹനത്തിൻ്റെ ഓവറോൾ സേഫ്റ്റി അനലൈസ് ചെയ്യാൻ പറ്റില്ല. ബിൽഡ് ക്വാളിറ്റി എന്തായാലും അനലൈസ് ചെയ്യാം. വാഹനത്തിൻ്റെ മെറ്റീരിയൽസ്, അതുപോലെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് അനലൈസ് ചെയ്യാൻ പറ്റും, ആ ഡോർസിൻ്റെ തഡൊക്കെ വെച്ചിട്ട്. പക്ഷെ ഒരിക്കലും സേഫ്റ്റി ഇതിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു വെൽ നോൺ എക്സാമ്പിളാണ് കിയ സോണറ്റ്. അത്യാവശ്യം ബോഡി വെയിറ്റുള്ള വാഹനമായിട്ടും ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പോൾ 3 സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് സെൽട്ടോസിന് ലഭിച്ചത്. അതും പോയിൻറ്റ്സ് നല്ല നോക്കുകയാണെങ്കിലും അതും വളരെ കുറവായിരുന്നു, ജസ്റ്റ് 3 സ്റ്റാർസ് ആണ്. ഇനി മാഗ്നൈറ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൈസിനൊത്ത ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. പക്ഷേ എന്നാലും വളരെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഒന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്നും പറയണം. ഇനി നിങ്ങൾക്ക് കുറച്ചെങ്കിലും റിസ്ക് എടുക്കാനുള്ള താല്പര്യമില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വാഹനം കൺസിഡർ ചെയ്യാതിരിക്കാം. കാരണം ഒരു വാഹനം പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ അത് എവിടെയാണെങ്കിലും കുറച്ച് മാനുഫാക്ചറിങ് ഡിഫക്ട്സ് കണ്ടുവരാറുണ്ട്. അതെല്ലാ വാഹനങ്ങളിലും വരണം എന്നില്ല, എങ്കിലും ചില വാഹനങ്ങളിൽ കണ്ടുവരാറുള്ള കുറച്ച് ഡിഫക്ട്സ് ഉണ്ട്. നമ്മളിപ്പോൾ ആൾട്രോസ് എടുക്കുകയാണെങ്കിലും ടാറ്റ ലോഞ്ച് ചെയ്ത ഫസ്റ്റ് സ്ലോട്ടിലുള്ള വാഹനങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റുപോകുന്ന വാഹനങ്ങൾ, ഇതിൽ കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ AC കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഡിഫോഗറിലേക്ക് മാറ്റുമ്പോൾ മോഡ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് AC കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കൂളൻ ലീക്കിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആൾട്രോസിൽ ഫസ്റ്റ് സ്ലോട്ടിൽ വന്ന കംപ്ലയിൻറ്റ്സ് ആണ്. പക്ഷേ ഇതിൻ്റെ അർത്ഥം എല്ലാ വാഹനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഈ ഒരു മിസ്റ്റേക്ക് ആവർത്തിക്കണം എന്നല്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒട്ടും ടെൻഷൻ വേണ്ട, അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങളുടെ വാഹനത്തിന് വെച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ 4 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഓവറോൾ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങും. അതിപ്പോൾ ഇതിൻ്റെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയിലാണ്, വാഹനത്തിൻ്റെ സ്ട്രക്ചറിലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, AC കംപ്ലയിൻ്റ് ഉണ്ടോ, അതുപോലെ സ്റ്റിയറിംഗ് കോളത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുപോലെ ഇനി എഞ്ചിനിലും വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ഏതൊരു വാഹനത്തിനാണെങ്കിലും മനസ്സിലാവും. പക്ഷെ എന്നാലും ഇതിൽ ഇഷ്യൂസ് വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. ഇത് ജസ്റ്റ് ഒരു ഫാക്റ്റ് മാത്രമാണ്, ഈ ചില വാഹനങ്ങളിൽ വരുന്നതും ചില വാഹനങ്ങളിൽ വരാത്തതും.
ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് സമയം ഈ വാഹനത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസിനാണെങ്കിലും എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് കമ്പനി ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ അത് റിസോൾവ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കും. അങ്ങനെയാണ് സാധാരണ ഇതിൽ കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നത് മാത്രമായിരിക്കും പ്രശ്നം വരുന്നത്. അപ്പോൾ ഇനി കുറച്ച് പേര് വിചാരിക്കും എന്തിനാണ് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വാഹനത്തിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വരികയാണെങ്കിൽ നിങ്ങൾ തന്നെ അത് ഷോറൂമിൽ കൊണ്ട് ക്ലിയർ ചെയ്യേണ്ടി വരും. അതിപ്പോൾ ചില കമ്പനികൾ ഏറ്റെടുത്ത് അവർ തന്നെ വാഹനത്തിനെ തിരിച്ച് വിളിച്ച് ചെയ്യാറുണ്ട്. ഡീലർഷിപ്സിൽ നിന്ന് തന്നെ പിക്ക് ഡ്രോപ്പ് ഫംഗ്ഷനൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് കണ്ടുവരാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്ത വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് 25 അല്ലെങ്കിൽ 30 കിലോമീറ്റർ ചുറ്റളവിൽ സർവീസ് സെൻറ്റർ ഉണ്ടെങ്കിൽ മാത്രം ഈ വാഹനം കൺസിഡർ ചെയ്യാമെന്ന്. അതെൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രം പറഞ്ഞതാണ്. അതിലും കുറച്ച് പേര് മോശമായിട്ട് പറഞ്ഞിരുന്നു, അതെന്തിനാണ് അങ്ങനെ കൺസിഡർ ചെയ്യുന്നത്, വാഹനം കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രശ്നം. ഇതൊക്കെ തന്നെയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് വരാവുന്ന ബുദ്ധിമുട്ടുകൾ. ഇനി എൻജിൻ സംബന്ധമായി ഇതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ വരില്ല, അല്ലെങ്കിൽ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഈ 1 ലിറ്റർ എഞ്ചിൻ ആക്ച്വലി പ്രൂവൺ എഞ്ചിനാണ്. ട്രൈബറിലും ക്വിഡിലും ഒക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു എഞ്ചിനാണ് ഇത്. 72 PS പവറും അതുപോലെ 96 Nm ടോർക്കുമുള്ള നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിന് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ടർബോ എഞ്ചിൻ എടുക്കുകയാണെങ്കിലും അത് ആക്ച്വലി ആദ്യമായിട്ടാണ് മാഗ്നൈറ്റിൽ വരുന്നത്. ടർബോ ആക്ച്വലി പുതിയ എഞ്ചിനൊന്നുമല്ല, ഈ സെയിം എഞ്ചിനിൽ തന്നെ ടർബോ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കൂടുതൽ പവറിനും അതുപോലെ പഞ്ചി റൈഡിനും ഒക്കെ വേണ്ടി. അതുകൊണ്ട് ഒരു ടർബോ എഞ്ചിന് വരാവുന്ന ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പൊതുവെ ടർബോ എഞ്ചിനുകൾക്ക് മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലായിരിക്കും നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അതുകൊണ്ടും കുറച്ച് പേർക്ക് മോശമായിട്ട് കമൻറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സാധ്യത ഈ വീഡിയോയിലുണ്ട്. അതിപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എവിടെ പറഞ്ഞാലും അവിടെ കുറച്ച് പേര് മോശമായിട്ട് കമൻറ്റ് ചെയ്തിരിക്കും. അത് ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിലൂടെ എവിഡൻ്റ് ആണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്ക് ചെയ്യുമോ, മോശമായിട്ട് കമൻറ്റ് ചെയ്യുമോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ ഈ വാഹനത്തിനെക്കുറിച്ച് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം. നിങ്ങൾക്ക് ഈ വാഹനം എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്തായാലും ചെക്കും ചെയ്യാം. അവിടെ നമ്മുടെ ഈ വാഹനത്തിൻ്റെ എല്ലാ വേരിയൻസും, ഫോർ എക്സാമ്പിൾ ബേസ് വേരിയൻ്റായ XE, സെക്കൻഡ് ബേസ് XL, XV പ്രീമിയം തുടങ്ങിയ എല്ലാ വേരിയൻസിൻ്റെ റിവ്യൂ, ടർബോ എഞ്ചിൻ്റെ റിവ്യൂ, അതുപോലെ തന്നെ ഇതിൻ്റെ സേഫ്റ്റി എക്സ്പ്ലെയിൻ വീഡിയോ, ഫീച്ചേഴ്സ്, നെക്സോണിൻ്റെയും സോണറ്റിൻ്റെയും കൂടെയുള്ള കമ്പാരിസൺ റിവ്യൂസ്, പിന്നെ അതുപോലെ തന്നെ നിസാൻ എന്ന കമ്പനിയുടെ ഇന്ത്യയിലെ ഫ്യൂച്ചർ, അതായത് ഈ വാഹനം എടുക്കുകയാണെങ്കിൽ നിസാൻ എന്ന കമ്പനി ഇന്ത്യ വിട്ട് പോയി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ, സ്പെയർ പാർട്സ് കിട്ടാൻ ബുദ്ധിമുട്ടാവുമോ, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാം, നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനും കമ്പാരിസൺ റിവ്യൂസിനും വേരിയൻറ്റ് വൈസ് ഫീച്ചേഴ്സിനും അതുപോലെ വാഹനങ്ങളുടെ റിവ്യൂസിനും ഒക്കെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. മാഗ്നൈറ്റ് ഇപ്പോൾ എടുക്കാൻ പ്ലാൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.